നമസ്കാരം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം പുറത്തു വന്നതോടെ പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പല മേഖലകളിലും നിന്ന് പല സാധാരണക്കാരും ഇടത്തരക്കാരും ഒക്കെ ഇത്തരത്തിൽ പോലീസിന്റെ മർദ്ദനമേറ്റവരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. പല ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ പോലീസിനെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണതയാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരിക്കലും പൊതുജനങ്ങളെ ഇക്കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം പോലീസുകാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളുടെ ചോര മരവിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിച്ചു പോകും. അതുപോലെ തന്നെയാണ് മധു ബാബു എന്ന് പറയുന്ന ആലപ്പുഴ DYSP ആയിരിക്കുന്ന ഒരു വ്യക്തി SFI നേതാവിനെ മർദ്ദിച്ചതും ഒക്കെ. അദ്ദേഹം 14 വർഷങ്ങളായി ഈ നിയമ നടപടികളുമായി മുന്നോട്ട് നടക്കുകയാണ്. അതുപോലെ നേമം ഷജീർ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അല്ലെങ്കിൽ നേതാവിനെ തിരുവനന്തപുരത്തെ സമ്പത്ത് എന്ന് പറയുന്ന ഒരു SI മർദ്ദിച്ചത് ഒക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇപ്പോഴൊക്കെ പോലീസിനെതിരെയുള്ള ഈ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ ഏകദേശം 65,000-ഓളം പേരുള്ള ഈ സേന ഒന്നാകെ കളങ്കപ്പെടുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ചെറിയ വിഭാഗമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചെറുതല്ലാത്തൊരു വിഭാഗത്തിൽ പെട്ട പോലീസുകാർ ചെയ്യുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരുന്നത് മനസാക്ഷിയുള്ള അല്ലെങ്കിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടെയാണ്. അതിനൊരു ഉദാഹരണമുണ്ട്. ഞാനും ഇക്കാര്യത്തിൽ ഒരു ഇരയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2023 ഒക്ടോബർ 24-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ വിമർശിച്ചു. അതുപോലെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയും DGPയും കഴിവുകെട്ട ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് കോടതിയുടെ സെർച്ച് വാറണ്ടുമായി DNA ന്യൂസിന്റെ ഓഫീസ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് റെയ്ഡിനെത്തിയത്. 3.25 മണിക്കൂർ നീണ്ട റെയ്ഡിനൊടുവിൽ ഞങ്ങളുടെ ഓഫീസിൽ ശേഷിച്ചത് കുറച്ച് ഫർണിച്ചറുകൾ മാത്രമാണ്. ആ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കമ്പ്യൂട്ടറും അതുപോലെ മെമ്മറി കാർഡുകളും അടക്കമുള്ള എല്ലാ സാധനങ്ങളും ആവശ്യമില്ലാതിരുന്നിട്ട് കൂടി പോലീസ് കൊണ്ടുപോയി തിരിച്ചു കിട്ടിയിട്ടില്ല. സമർത്ഥനായ ഒരു അഡ്വക്കേറ്റിനെ ഈ കേസ് ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ആ സാധനങ്ങളെ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ആ കേസിന്റെ ഗതി എന്താണെന്ന് അറിഞ്ഞിട്ടുമില്ല. എന്തായാലും ഈ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതിനൊരു കാരണമുണ്ട്. CIയും SIയും സിവിൽ പോലീസ് ഓഫീസറും അതുപോലെ വനിതാ CPOയും ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ടായിരുന്നെങ്കിലും എല്ലാവരും വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. ഒരാളൊഴികെ SB ഷിബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒഴികെയാണ് ഞങ്ങളോട് അത്തരത്തിൽ പെരുമാറിയത്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ തീർത്തും മാനസികമായി നമ്മളെ തകർക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഒരിക്കലും ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത്. വാർത്ത എവിടെ നിന്ന് കിട്ടുന്നു, ഇതിനൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം നടത്തിയത് വളരെ മനുഷ്യത്വരഹിതമായ ഒരു പരിശോധനയാണ്. എല്ലാ സാധനങ്ങളും വാരിക്കൊണ്ടുപോയി, ആവശ്യമില്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം തൊട്ടടുത്ത വീടുകളിൽ പോയി പല കാര്യങ്ങളും പറഞ്ഞതായിട്ട് ഈ അയൽക്കാർ ഞങ്ങളോട് പിന്നീട് പറഞ്ഞു. ഞങ്ങളുടെ ഹൗസ് ഓണറെ ഭീഷണിപ്പെടുത്തി അവർ ഞങ്ങളോട് ആ ഓഫീസ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. ഞങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഇതേ അനുഭവമായിരിക്കാം പലർക്കും ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന തെറ്റിന് മറ്റുള്ള എല്ലാവരും പഴി കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും പോലീസുകാരുടെ മനുഷ്യത്വം കൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പോലീസുകാർ മനുഷ്യത്വം കാണിച്ചിട്ടുണ്ട്. കാരണം പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിട്ട് കൂടി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും കനത്ത സമ്മർദ്ദം ഉണ്ടായിട്ട് കൂടി ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ പോലീസുകാരുടെ മനുഷ്യത്വമുള്ള നല്ല കുടുംബത്തിൽ പിറന്ന ഈ പോലീസുകാരുടെയൊക്കെ ഒരു കരുണ കൊണ്ടാണ്, കാരുണ്യം കൊണ്ട് തന്നെയാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണുക.